അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബിക് ഗ്രാമറിലെ അൽ ബിനാഉ വൽ മബിനിയു എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ഇസ്മുകളിലെയും ഹർഫുകളിലെയും മബിനികളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫീലുകളിലുള്ള മബിനികളെക്കുറിച്ചാണ്. സാലിസൻ അൽ അഫ്ആൽ, മൂന്നാമതായി ഫീലുകൾ. അൽ അസ്ലു ഫിൽ അഫ്ആലി അൽ ബിനാഉ, ഫീലുകളിലുള്ള അടിസ്ഥാനം അത് മബിനിയാവുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഇസ്മുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇസ്മുകളിലുള്ള അസ്ല് അത് മുഅറബാകലാണ്. ഫൽ മാളി കുല്ലുഹു മബിനിയൻ, മാളി എല്ലാം മബിനിയാണ്. വൽ അമ്രു കുല്ലുഹു മബിനിയും, അതുപോലെ അമ്രു ഫീലും മബിനിയാണ്. അപ്പം മാളിയും മബിനിയാണ്, അമ്രു ഫീലും മബിനിയാണ്. വൽ മുളാരിഉ മിൻഹു മബിനിയുൻ വമിൻഹു മുഅറബ്, മുളാരിയായ ഫീല് അതിൽ ചിലത് മബിനിയാണ്, ചിലത് മുഅറബാണ്. അപ്പോൾ ഫീലുകളിൽ നിന്ന് മുളാരിയായ ഫീലിൽ മാത്രമാണ് മുഅറബും മബിനിയും ഉള്ളത്. ഇനി മാളി മബിനിയുൻ ദായിമൻ, എല്ലാ സമയത്തും മാളി മബിനിയാണ്. വലഹു സലാസു ഹാലാത്തിൻ, അതിന് 3 അവസ്ഥകളുണ്ട്. അതായത് ചിലപ്പോൾ ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും, ചിലപ്പോൾ സുക്കൂനിൻ്റെ മേൽ മബിനിയായിരിക്കും, അതുപോലെ അല്ലെങ്കിൽ ലമ്മിൻ്റെ മേൽ മബിനിയായിരിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മാദിയായ ഫീൽ ഫത്ഹിൻ്റെ മേൽ മബിനിയാകുന്നത്. ഒന്ന്, ഇദാലം യത്തസിൽ ബിഹി ഷൈഉൻ, ആ മാദിയായ ഫീലിനോട് കൂടെ ഒന്നും ചേർന്ന് വന്നില്ലെങ്കിൽ അവിടെ ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഉദാഹരണം കതബ, ഫഹിമ എന്നൊക്കെ പറയും പോലെ. ഔ ഇത്തസ്വലത്ത് ബിഹി താ ഉത്ത് ഇനീത്തി സാക്കിന, അല്ലെങ്കിൽ സാക്കിനായ തഇനീത്തിൻ്റെ താഗ് ചേർന്ന് വന്നാലും, മാദിയായ ഫീലിനോട് സാക്കിനായ തഇനീത്തിൻ്റെ താഗ് ചേർന്ന് വന്നാലും ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഉദാഹരണം കതബത്ത്, ഫഹീമത്ത്, കണ്ടില്ലേ, അവസാനത്തിൽ താഗ് ചേർന്ന് വന്നു. ഇങ്ങനെ വരുന്ന സമയത്തും മാദിയായ ഫീൽ ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഔ അലിഫുൽ ഇസ്നൈനി, അല്ലെങ്കിൽ മുസന്നയുടെ അലിഫ്, അതായത് 2 സൂചിപ്പിക്കും. നഹ്വ് കതബ, ഫഹിമ, ഈ അലിഫ് ചേർന്ന് വന്നു മാദിയായ ഫീലിനോട്, അപ്പോഴും ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഔ ലമീറു നസ്ബിൻ, അല്ലെങ്കിൽ നസ്ബിൻ്റെ ലമീർ ചേർന്ന് വന്നു. അതിനുള്ള ഉദാഹരണം ലൊറബനി, ലൊറബക്ക, ലൊറബഹു, ലൊറബന, ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ നസ്ബിൻ്റെ ലമീർ ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തും മാദിയായ ഫീൽ ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. അപ്പോൾ മാദിയായ ഫീൽ ഫത്ഹിൻ്റെ മേൽ മബിനിയാകുന്ന 4 സന്ദർഭങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി രണ്ടാമതായി യുബ്ന അല സുക്കൂനി, മാദിയായ ഫീൽ സുക്കൂനിൻ്റെ മേൽ മബിനിയാക്കപ്പെടുന്നത് ഇദത്തസ്വല ബിഹി, ആ മാദിയായ ഫീലിനോടുകൂടെ ഫായിലിൻ്റെ താഉൽ ഫായിലി, ഫായിലിൻ്റെ താഗ് ചേർന്ന് വരുമ്പോൾ. അതിനുള്ള ഉദാഹരണം കതബത്തു, കതബത്ത, കതബത്തി, കതബത്തുമ, കതബത്തും, കതബത്തുന്ന, അതിലുള്ള പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ, അതിനെ സൂചിപ്പിക്കുന്ന താഗ്, ആ താഗ് ചേർന്ന് വരുന്ന സമയത്ത് സുക്കൂനിൻ്റെ മേൽ മബിനിയാക്കപ്പെടും. നൽ ഫായിലീന, ഫായിലീങ്ങളുടെ ന എന്നുള്ളത്, അതുപോലെ കതബിന, ഫഹിംന, ദറസ്ന, ദാക്കർന, ഇങ്ങനെ തുടങ്ങി ന എന്നുള്ളത് ചേർന്ന് വരുന്ന സമയത്തും സുക്കൂനിൻ്റെ മേൽ മബിനിയാക്കപ്പെടും. നൂനുൻ നിസ്വത്തി, നിസ്വത്തിൻ്റെ ജമുഅന്നസിൻ്റെ നൂന്, ഉദാഹരണം കതബിന, ഫഹിംന, ദറസ്ന, ദാക്കർന, ഇതിലൊക്കെ ജമുഅന്നസിൻ്റെ നൂന് മാദിയായ ഫീലിനോട് ചേർന്ന് വന്നു. ആ സമയത്തും മാദിയായ ഫീൽ സുക്കൂനിൻ്റെ മേൽ മബിനിയായിരിക്കും. ഇനി മൂന്നാമതായി യുബ്ന അല ലൊമ്മി, മാദിയായ ഫീലിന് ലൊമ്മിൻ്റെ മേൽ മബിനിയാക്കപ്പെടുന്നത് ഇദത്തസ്വല ബിഹി വാവുൽ ജമാഅത്തി, ജംഇൻ്റെ വാവതിനോടുകൂടെ ചേർന്ന് വന്നാൽ. നേരത്തെ പറഞ്ഞ ജമ്മു മുഅന്നസിൻ്റെ വാവാണ്. ഇതുപോലെ നഹു കതബു, ദറസു, ദാക്കറു, ഇസ്തഗ്ഫറു എന്നൊക്കെ പറയും പോലെ ഇവിടെ ജമ്മു മുദക്കറിൻ്റെ വാവാണ് ചേർന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മാദിയായ ഫീലിൻ്റെ 3 അവസ്ഥകളും നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി അമ്രു ഫീൽ നോക്കാം. അൽ അമ്രു മബിനിയുൻ ദായിമൻ വലഹു അർബഉ ഹാലാത്തിൻ, അമ്രു ഫീൽ എല്ലാ സമയത്തും മബിനിയാണ്. അതിന് 4 അവസ്ഥകളുണ്ട്. ഒന്നാമതായി യുബ്ന അല സുക്കൂനി ഫി മൗളിഅൈനി, 2 സ്ഥലങ്ങളിൽ അതിനെ സുക്കൂനിൻ്റെ മേൽ മബിനിയാക്കപ്പെടും. ഒന്നാമതായി ഇദത്തസ്വലത്ത് ബിഹി നൂനുൻ നിസ്വത്തി, ഈ അമ്രു ഫീലിനോട് ജംഉ മുഅന്നസിൻ്റെ നൂന് ചേർന്ന് വന്നാൽ അവിടെ സുക്കൂനിൻ്റെ മേൽ മബിനിയായിരിക്കും. ഉദാഹരണം ഉക്തുബ്ന, ഇശ്റഹ്ന, ഇസ്ഐന, ഇസ്തഗ്ഫിർന എന്നൊക്കെ തുടങ്ങിയതുപോലെ. അതിനൊരു ആയത്തുകൂടി കൊടുത്തിട്ടുണ്ട് തെളിവായിട്ട്. വ അഖിംന സ്വലാത്ത വ ആതീന സകാത്ത വ അത്തിഅന അല്ലാഹ വ റസൂല,
അവിടെ അക്കിംന എന്നുള്ളതും അതുപോലെ അത്വഇന എന്നുള്ളതും രണ്ടും അംറു ഫീലാണ്. അത് രണ്ടും സുക്കൂനിൽ മബിനിയാണ്. കാരണം അവിടെ ജംഉ മുഅന്നസിൻ്റെ നൂന് ചേർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇദാ കാന സ്വഹീഹുൽ ആഖിരി വലം യത്തസിൽ ബി ആഖിരി ഷൈഅൻ, അവസാനം സ്വഹിയായ അക്ഷരം, അംറു ഫീലിൻ്റെ അവസാനം സ്വഹിയായ അക്ഷരം, അതുപോലെ തന്നെ ഒന്നും ചേർന്ന് വന്നില്ല എങ്കിലും അവിടെ സുക്കൂനിന് മേൽ മബിനിയായിരിക്കും. ഉദ്റുസ്, ഉക്തുബ്, ഇഫ്തഹ്, ഇജ്ലിസ് എന്നൊക്കെ പറയും പോലെ, ഇസ്തഗ്ഫിർ. അല്ലെങ്കിൽ അവിത്തസ്ലബി ലമീർ നസ്ബിൻ, നസ്ബിൻ്റെ ലമീർ ചേർന്ന് വന്നു അംറു ഫീലിനോട് ലമീർ ഫീൽ ചേർന്ന് വന്നാലും അവിടെ സുക്കൂനിന് മേൽ മബിനിയായിരിക്കും. അക്കിരിംനി, അക്കിരിംഹു, അക്കിരിംന തുടങ്ങിയ ഉദാഹരണങ്ങൾ. ഇനി രണ്ടാമതായി യുബ്ന അലൽ ഫത്ഹി, അംറു ഫീലിന് ഫത്ഹിൻ്റെ മേൽ മബിനിയാക്കപ്പെടും ഇദാ ബാശറത്തുഹു നൂന് തഅ്കീദ്, തഅ്കീദിൻ്റെ നൂൻ അതിനോട് ചേർന്ന് വന്നാൽ. ഉദാഹരണം ഉക്തുബന്ന, ഇഫ്തഹന്ന, ഇസ്തഗ്ഫിറന്ന, ഉദ്ഉവന്ന തുടങ്ങിയത്. അപ്പോൾ തഅ്കീദിൻ്റെ നൂന് അംറു ഫീലിനോട് ചേർന്ന് വന്നപ്പോൾ അത് ഫത്ഹിൻ്റെ മേൽ മബിനിയാണ്. ഇനി മൂന്നാമതായി യുബ്ന അല ഹദ്ഫി അർഫിൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ അർഫിന് കളയുന്നതിൻ്റെ മേലായിരിക്കും മബിനി. ഇതാക്കാന മുഅത്തലിൽ ആഖിർ, അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ വലം യത്തസിൽ ബി ആഖിരി ഷൈഅൻ, ഒന്നും ചേർന്ന് വന്നിട്ടില്ല, അവസാനത്തിലൊന്നും ചേർന്ന് വന്നിട്ടില്ല, അതോടൊപ്പം അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ നഹ്വു ഉദ്ഉ, ഇസ്അ, ഇർമി, അവിടെയൊക്കെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നുണ്ട്. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ, 3 അക്ഷരങ്ങൾ. അതായത് ഉദ്ഉ അവിടെ വാവിനെ കളഞ്ഞു, ഇസ്അ അവിടെ അലിഫിനെ കളഞ്ഞു, അതുപോലെ തന്നെ ഇർമി യാഇനെ കളഞ്ഞു. അതിന് അള്ളാഹുവിൻ്റെ ഖൗല് തെളിവായി ഉദ്ധരിക്കുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്. കണ്ടോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അവിടെ ഇല്ലത്തിൻ്റെ അർഫിനെ കളയിൽ കൊണ്ടാണ് മബിനിയാക്കപ്പെട്ടിട്ടുള്ളത്. വൻഹ അനിൽ മുൻകർ, കണ്ടോ, വൻഹ അനിൽ മുൻകർ അവിടെയും കളഞ്ഞു. അതുപോലെ ഇത്തഖില്ലാഹ അവിടെയും കളഞ്ഞു, അവസാനത്തിന് കളഞ്ഞു. അപ്പോൾ ഈ 3 ആയത്തുകളും ഇതിനുള്ള ഉദാഹരണമായിട്ട് കൊടുത്തു. അല്ലെങ്കിൽ അവിത്തസ്ലബി ലമീർ നസ്ബിൻ, അല്ലെങ്കിൽ നസ്ബിൻ്റെ ലമീർ ചേർന്ന് വന്നു ഈ ഇല്ലത്തിൻ്റെ അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്ന അംറു ഫീൽ, അതിൽ ലമീർ നസ്ബിൻ്റെ ലമീർ ചേർന്ന് വന്നു. ഇഹ്ദിനി, ഇഹ്ദിഹിം, ഇഹ്ദിന അവിടെയൊക്കെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയൽ കൊണ്ടാണ് മബിനിയാക്കപ്പെടുന്നത്. നാലാമതായി യുബ്ന അല ഹദ്ഫിൻ നൂനി, നൂനിനെ കളയൽ കൊണ്ടാണ് മബിനിയാക്കപ്പെടുന്നത്. അത് ഇദത്തസ്ല ബി ആഖിരിഹി, ആ അംറു ഫീലിൻ്റെ അവസാനത്തിനോട് ചേർന്ന് വന്നു അലിഫുൽ ഇസ്നൈനി, മുസന്നയുടെ അലിഫ്, അതല്ലെങ്കിൽ ജംഇൻ്റെ വാവ്, അല്ലെങ്കിൽ മുഖാത്തബത്തിൻ്റെ യാ, ഇത് 3 ചേർന്ന് വന്നു. ഇത് 3 ചേർന്ന് വന്നാൽ അവിടെ നൂനിനെ കളയൽ കൊണ്ടായിരിക്കും അംറു ഫീലിനെ മബിനിയാക്കപ്പെടുന്നത്. അതിനുള്ള അള്ളാഹുവിൻ്റെ ഖൗല് ഉദാഹരണമായി കൊടുക്കുന്നു, ഇദ്ഹബാ ഇലാ ഫിർഔന. കണ്ടോ, ഇദ്ഹബാ ഇലാ ഫിർഔന, നിങ്ങൾ 2 ആൾ പോകും, അവിടെ നൂനിനെ കളഞ്ഞിട്ടുണ്ട്, ഇദ്ഹബാനി അവിടെ നൂനിനെ കളഞ്ഞു. അതുപോലെ കുലു വഷ്റബു, ജമ്മിൻ്റെ വാവ് ചേർന്ന് വന്നു, അപ്പോൾ അവിടെയും നൂനിനെ കളഞ്ഞു. അതുപോലെ ഉഖ്നുതി ലി റബ്ബിക്കി വസ്ജുദി വർക്കഴി, അവിടെയൊക്കെ മുഖാത്തബത്തിൻ്റെ യാ ചേർന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നൂനിനെ കളയൽ കൊണ്ടാണ് അവിടെ മബിനിയാക്കപ്പെടുന്നത്. അപ്പോൾ അംറു ഫീലിൻ്റെ 4 അവസ്ഥകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മുളാരിയായ ഫീലിലേക്ക് കടക്കാം. മുളാരിയായ ഫീലിൽ മുഅറബുമുണ്ട്, മബിനിയുമുണ്ട്. അൽ മുളാരി മിൻഹു മബിനിയുൻ വമിൻഹു മുഅറബുൻ, അതിൽ നിന്ന് ചിലത് മബിനിയാണ്, ചിലത് മുഅറബാണ്. അവലൻ ബിനാഉഹു, ആദ്യമായി നമുക്ക് അതിൻ്റെ ബിനാ നോക്കാം. യുബ്ന ഫി ഹാലത്തൈനി, 2 അവസരത്തിലാണ് അതിനെ മബിനിയാക്കപ്പെടുന്നത്. യുബ്ന അല സുക്കൂനി, മുളാരിയായ ഫീലിന് സുക്കൂനിൻ്റെ മേൽ മബിനിയാക്കപ്പെടുന്നത് ഇത്തസ്ലത്ത് ബിഹി നൂനു നിസ്വത്തി, ജമ്മു മുഅന്നസിൻ്റെ നൂൻ അതിനോട് ചേർന്ന് വന്നു. ജമ്മു മുഅന്നസിൻ്റെ നൂന് മുളാരിയായ ഫീലിനോട് ചേർന്ന് വന്നാൽ അതിനെ സുക്കൂനിൻ്റെ മേൽ മബിനിയാക്കപ്പെടും. അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ഖൗല് വൽ വാലിദാത്തു യുർളിഇന, യുർളിഇന എന്നുള്ളത് അതിൽ ജമ്മു മുഅന്നസിൻ്റെ നൂൻ അതിനോട് ചേർന്ന് വന്നു, അപ്പോൾ അത് സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്, മുളാരിയായ ഫീലാണ്. അതുപോലെ വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന, യതറബ്ബസ്ന എന്നുള്ളത് മുളാരിയായ ഫീലാണ്, അതിനോടുകൂടെ ജമ്മു മുഅന്നസിൻ്റെ നൂൻ ചേർന്ന് വന്നു, അപ്പോൾ സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. ഇനി രണ്ടാമതായി യുബ്ന അൽ ഫത്ഹി, മുളാരിയായ ഫീലിന് ഫത്ഹിൻ്റെ മേൽ മബിനിയാക്കപ്പെടും. ഇതാ ബാശറത്തു നൂന് തഅ്കീദി, തഅ്കീദിൻ്റെ നൂന്
ആ തഅക്കീദിൻ്റെ നൂന് സവാ ഉന്നക്കാനത് സക്കീലത്തൻ നമ്മ ഖഫീഫ, സക്കീലയുടെ നൂനാകട്ടെ ഖഫീഫയുടെ നൂനായാലും ഏത് നൂനായാലും തഅക്കീദിൻ്റെ നൂന് അതിനോട് ചേർന്ന് വന്നാൽ ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഫനൂന് തഅക്കീദ് സക്കീല, സക്കീലയുടെ തഅക്കീദിൻ്റെ നൂന് കടന്നു വന്നതിനുള്ള ഉദാഹരണം അള്ളാഹുവിൻ്റെ ഖൗല് ലനുഖ്രിജന്നക യാ ശുഐബ് ഉണ്ടോ, ലനുഖ്രിജന്നക, അതിൽ തഅക്കീദിൻ്റെ നൂന് കടന്നു വന്നു, അപ്പോൾ ഫത്ഹിൻ്റെ മേൽ മബിനിയാക്കപ്പെട്ടു. മുളാരിയ ഫീലാണ് ലനുഖ്രിജന്ന. അതുപോലെ ഖഫീഫയുടെ തഅക്കീദായ നൂന് വന്നു നഹ്വ ഖൗലി ലനസ്ഫഅൻ ബിന്നാസിയ, അപ്പോഴും അവിടെ ഫത്ഹിൻ്റെ മേൽ മബിനിയാക്കപ്പെട്ടു. രണ്ടും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഉദാഹരണമാണ് ലയസ്ജനന്ന വലയക്കൂനം മിനസ്സാഗിരീൻ. ലയുസ്ജനന്ന തഅക്കീദിൻ്റെ നൂനാണ്, സഖീലയായ നൂനാണ്. അതുപോലെ വലയക്കൂനൻ എന്നുള്ളത് ഖഫീഫായ തഅക്കീദിൻ്റെ നൂനാണ്. രണ്ടും ഒരുമിച്ച് കൂട്ടി ആ സമയത്തോടെ മുളാരിയായ ഫീലിനോട് ചേർന്ന് വന്നപ്പോൾ ഫത്ഹിൻ്റെ മേൽ മബിനിയാക്കപ്പെട്ടു. ഇനി സാനിയൻ ഇഅ്റാബുഹു, മുളാരിയായ ഫീലിൻ്റെ ഇഅ്റാബ് നമ്മൾ നോക്കാം. യുഅ്റബുൽ മുളാരി ഫി ഗൈരിൽ ഹാലത്തൈനി സാബിഖൈനി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടവസ്ഥകൾ, മബിനിയാക്കപ്പെടുന്ന രണ്ടവസ്ഥകൾ, ഈ രണ്ട് അവസ്ഥകളിലല്ലാത്ത സമയത്ത് മുളാരിയായ ഫീലിനെ മുഅ്റബാക്കപ്പെടും. അപ്പോൾ ഫയുർഫഉ വയുൻസബു വയുജ്സമു, അതിന് റഫും നസ്ബും ജസ്മും എല്ലാം വരും. റഫ് വരുന്നത് യുർഫഉ, മുളാരിയായ ഫീലിന് റഫ് ചെയ്യപ്പെടും ഇദാലം യസ്ബുഖുഹു നാസിബൻ വലാ ജാസിമൻ, അതിന് നാസിബോ ജാസിമോ മുൻകടന്നിട്ടില്ലെങ്കിൽ, അതായത് നസ്ബ് ചെയ്യുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്ന എന്തെങ്കിലും അക്ഷരങ്ങൾ അതിന് മുൻകടന്നിട്ടില്ലെങ്കിലാണ് റഫ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം യക്തുബു സൈദുൻ, യക്തുബു എന്നുള്ളത് അവിടെ ഫീലുൻ മുളാരി മർഫൂൻ, മർഫൂആയ മുളാരിയായ ഫീലാണ്. അതുപോലെ യുൻസബു എന്നുള്ളത് നസ്ബ് ചെയ്യപ്പെടും. യുൻസബു മുളാരിയായ ഫീലിലേക്ക് നസ്ബ് ചെയ്യപ്പെടും ഇദാ സബഖു നാസിബൻ, എന്തെങ്കിലും നസ്ബ് ചെയ്യുന്ന എന്തെങ്കിലും അക്ഷരം മുൻകടന്നു വന്നാൽ, ഉദാഹരണം ലൻ കടന്നു വന്നു. ലൻ എന്നുള്ളത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന അക്ഷരമാണ്. ലം യക്ദിബ മുഹമ്മദുൻ, അപ്പോൾ യക്ദിബ എന്നുള്ളത് ഫീലുൻ മുളാരിൻ മൻസൂബൻ ബിലൻ, ലൻ എന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യുജ്സമു, മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യും ഇദാ സബഖു ജാസിമുൻ, അതിന് ജസ്മ് ചെയ്യുന്ന അക്ഷരം മുൻകടന്നു വന്നാൽ. നഹ്വു ലം യഖ്റുജ് അലി, അലി പുറപ്പെട്ടിട്ടില്ല, അവിടെ യഖ്റുജ് എന്നുള്ളത് മുളാരിയായ ഫീലാണ്, ലം എന്നതുകൊണ്ട് ജസ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാളിയായ ഫീല് അത് നമ്മൾ അതിനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഫീലുകളുടെ കൂട്ടത്തിൽ നിന്ന് മാളിയായ ഫീലും അംറ് ഫീലും എല്ലാം മബിനിയാണ്. അതേ സമയത്ത് മുഅ്റബിലാണ് മുഅ്റബും, അതേസമയം മുളാരിയായ ഫീലാണ് മുഅ്റബും മബിനിയും വരുന്നത്. അത് മുളാരിയായ ഫീലിൽ മബിനിയാകുന്ന രണ്ടവസ്ഥകൾ നമ്മൾ പറഞ്ഞു. തഅക്കീദിൻ്റെ നൂന് കടന്നു വരുന്ന സമയത്താണ് ഒന്നാമതായി നമ്മൾ പറഞ്ഞത്. അതുപോലെ ജംഉ മുഅന്നസിൻ്റെ നൂന് ചേർന്ന് വരുന്ന സമയത്തും, ഈ സമയത്തല്ലാത്ത സമയത്ത് മുളാരിയായ ഫീൽ മുഅ്റബായിരിക്കും.